എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. AICC വർക്കിംഗ് കമ്മിറ്റി സമ്മേളനം ഗുജറാത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കളി പുലിമടയിലാണ്, പുലിമടയിൽ ചെന്ന് പുലിയെ കീഴ്പ്പെടുത്തും, അടുത്ത ഗുജറാത്ത് ഇലക്ഷനിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് ചെന്നിത്തല സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനടിയിൽ വന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒടുവിൽ സമ്മതിച്ചല്ലേ, നരേന്ദ്രമോദിയും അമിത്ഷായും BJP ഒക്കെ പുലികളാണ് സമ്മതിച്ചെന്നല്ലേ. ഏകദേശം അവന് വന്നേ 3000-ഓളം കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മിക്ക ആൾക്കാരും, ഒരു 90% ആൾക്കാരും ഈ സംഭവം തന്നെയാണ് എന്താ പറയേണ്ടത്, ഒടുവിൽ സമ്മതിച്ചല്ലേ എന്നുള്ള രീതിയിലാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിഷയം അതല്ല. ഈ സെഷനിൽ, ഈ AICC വർക്കിംഗ് കമ്മിറ്റി സെഷനിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവായ VD സതീശനും പങ്കെടുത്തിരുന്നു. VD സതീശൻ ധരിച്ചിരിക്കുന്ന ഒരു ഷൂ ആണ് ഇപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമായിരിക്കുന്നത്. അദ്ദേഹം ധരിച്ചിരിക്കുന്ന ഷൂവിൻ്റെ വില 3 ലക്ഷം രൂപയാണ്. ഓൺ ഹോൾഡിംഗ് AG എന്ന് പറയുന്നൊരു സ്വിറ്റ്സർലൻഡ് കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ ഷൂ ആണ് ധരിച്ചിരിക്കുന്നത്. അതിൽ ക്ലൗഡ് ടിൽറ്റ് എന്ന് പറയുന്നൊരു മോഡലാണത്. ആ മോഡലിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 2.5 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ ഇത്രയും വില കൂടിയ ഒരു ഷൂ എന്താ പറയണ്ടേ, VD സതീശൻ പൈസ കൊടുത്ത് വാങ്ങിയാണോ, സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് വാങ്ങിയാണോ, അല്ല ഇവിടുത്തെ സുഡാപ്പികൾ മുനമ്പത്തിന് വേണ്ടിയും ഇവിടുത്തെ സുഡാപ്പികൾക്ക് വേണ്ടി വാദോരാതെ സംസാരിക്കുന്നതിന് വേണ്ടി ഈ മലദ്വാർ ഗോൾഡ് വഴി കിട്ടുന്ന കാശ് കൊണ്ട് സുഡാപ്പികൾ കൊടുത്ത സമ്മാനമാണോ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്തിനാലും ഈ അടുത്ത കാലത്ത് വേറൊരു വിവാദം ഉണ്ടായി. നമ്മുടെ പാവങ്ങളുടെ പാർട്ടിയെ CPM-ൻ്റെ ഒരു മന്ത്രിയുണ്ട്, ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ ഒരു പരിപാടിക്ക് പോകുമ്പോൾ പുള്ളിക്കാരി എടുത്തിരിക്കുന്ന ബാഗ് എംപോറിയോ അർമാനി ബാഗായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി റിലീസായ ഒരു മോഡലായിരുന്നു. അപ്പോൾ ആ മോഡലിൻ്റെ എമൗണ്ട് എന്ന് വെച്ചാൽ, പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 5 ലക്ഷം രൂപ വരും. അതിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കേരളത്തിലെ ഒരു പാവപ്പെട്ട പാവങ്ങളുടെ പാർട്ടിയായ CPM-ൻ്റെ ഒരു നേതാവ് 5 ലക്ഷം രൂപ വരുന്ന ബാഗാണ് എടുക്കുന്നത്. കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നറിയാം. അപ്പോൾ ഇവരൊക്കെ എന്താണെന്ന് പറയണ്ടേ, സർക്കാരിന് ഖജനാവിന്ന് കട്ടുമുടിച്ച് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുക. അപ്പോൾ VD സതീശനും ഉണ്ടാകും. VD സതീശനെ കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. കേരളത്തിന് എന്തൊക്കെ സമരങ്ങളുണ്ടായി, ഒരുപാട് സമരങ്ങളുണ്ടായി. ഈ ഡോളർ തട്ടിപ്പ്, ഖുറാനിൽ സ്വർണം കടത്തുക, മറ്റേ എന്താ പറയട്ടെ ലൈഫ് മിഷൻ കേസ്, ഇങ്ങനെ ഒരുപാട് കേസുകൾ. ഇത് ഇപ്പം മറ്റേ കരിമണൽ കേസ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. SFI അന്വേഷിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ മകളെ. എല്ലാത്തിലും ഉണ്ടല്ലോ ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വമ്പൻ പരാജയമായിരുന്നു. ഒരു പ്രൊയാക്റ്റീവ് ആയിട്ടുള്ള എന്താ പറയേണ്ടത്, ഒരു ചോദ്യം പോലും നിയമസഭയിൽ പിണറായി വിജയൻ ഉന്നയിക്കാൻ പറ്റിയില്ല. പിണറായി വിജയനെതിരെ പേരെടുത്ത് പറയാൻ പറ്റില്ല. ഒരു കേസും പറയുമുണ്ടല്ലോ. അതായത് പൊതുവേ പിണറായി വിജയനെതിരെ ഒരു ആക്ഷേപമുണ്ട്. കേരളത്തിൽ കോൺഗ്രസ് ആൾക്കാർ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിണറായി വിജയൻ BJP വിമർശിക്കുമ്പോൾ നരേന്ദ്രമോദി അമിത്ഷാ എന്നൊന്നും പറയില്ല. എന്താ പറയുക, സംഘപരിവാർ, RSS അങ്ങനെയുള്ള ഒരു കോമൺ ടെർമിനോളജീസാണ് പിണറായി വിജയൻ ഉപയോഗിക്കുക എന്നുള്ള ഒരു ആക്ഷേപം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ പിണറായി വിജയനെതിരെ ഉപയോഗിക്കുന്നുണ്ട്. അതേമാതിരി തന്നെയാണ് കേരള പൊതുസമൂഹം VD സതീശനെ കാണുന്നത്. പിണറായി വിജയൻ എന്തെങ്കിലും അലിഗേഷൻസ് വരുമ്പോൾ, നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ പിണറായി വിജയൻ്റെ പേരോ മക്കളുടെ എന്താ പറയുക വീണ വിജയൻ്റെ പേരോ അങ്ങനെ ഒന്നും പറയില്ല, മെൻഷൻ ചെയ്യില്ല. ഒന്നും ജനറലൈസ് ചെയ്തിട്ട് പറയും. ഇവിടെ തന്നെ എന്തൊക്കെ കേസ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് കേസുകളുണ്ടായിരുന്നു. ഈ കേസുകളൊക്കെ ശരിക്കും ന്യൂട്രലൈസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു എന്താ പറയുക VD സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇടക്കാലത്ത് ഏകദേശം 1.5 വർഷം മുന്നേ തന്നെ ഈ സോഷ്യൽ മീഡിയയൊക്കെ ചില ആൾക്കാരൊക്കെ പോസ്റ്റുകൾ ഇടുന്നുണ്ടായിരുന്നുണ്ടോ. അതായത് VD സതീശന് പിണറായിയുമായി ചേർന്ന് കേരളത്തിൽ ഒരുപാട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് VD സതീശന്. അതാണ് എന്താ പറയുക, പല കേസുകൾ വരുമ്പോഴും പിണറായിയെ പേരെടുത്ത് പറയാനോ, പിണറായി വിമർശിക്കാനോ, പിണറായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഈ VD സതീശൻ എപ്പോഴെങ്കിലും പിണറായിക്കെതിരെ ആഞ്ഞടിക്കുന്നത് മാത്യു കുഴൽനാടൻ അങ്ങനെ മറ്റുള്ള ആൾക്കാരൊക്കെ നിയമസഭയിൽ പിണറായി വിജയനെതിരെയും അവരുടെ കുടുംബം നടത്തുന്ന അഴിമതിക്കെതിരെയൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. പക്ഷേ VD സതീശൻ പറയുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഈ VD സതീശനെയും കേരളത്തിൽ തന്നെ ഈ പിണറായി വിജയനായിട്ട് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളും ഒരുപാട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ അടക്കം പറയുന്ന ഒരു അലിഗേഷനാണ്. അതുകൊണ്ട് അത് അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ട് പോലുമില്ല. നമ്മൾ ഒരുപാട് ഫോട്ടോകളൊക്കെ കണ്ടിട്ടില്ലേ, ഈ ഇഫ്താർ പാർട്ടിയിലൊക്കെ ഭയങ്കര ഫേമസ് ഫോട്ടോ ഉണ്ടായിരുന്നു. ഏകദേശം 1.5 വർഷം മുന്നേ ഒരു ഇഫ്താർ പാർട്ടിയിൽ എന്താ പറയുക, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഡേറ്റ്സ് ഇങ്ങനെ ഒരു ഫോക്കിൽ കുത്തിയിട്ട് സതീശൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഭയങ്കര ഫേമസ് ആണ് ആ ഫോട്ടോ. അപ്പോൾ ഭയങ്കര അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇവർ തമ്മിൽ. അപ്പോൾ അതാ പറയുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ചോദിക്കുന്നത് ഈ VD സതീശൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഫോട്ടോയുടെ അടിയിൽ വന്ന കമൻറ്റുകൾ നിങ്ങൾ നോക്കണം. മിക്ക ആൾക്കാരും പറയുന്നത് സതീശന് എവിടെ നിന്നാണ് ഇത്രയും കാശ്, അതായത് 3 ലക്ഷം രൂപ കൊടുത്ത് ഷൂസൊക്കെ വാങ്ങിയിട്ട് ഒരു സമ്മേളനത്തിലൊക്കെ പോകണമെങ്കിൽ എന്തായിരിക്കും, അതായത് എവിടുന്ന് കിട്ടി. അതായത് പ്രത്യക്ഷത്തിൽ സതീശന് വേറെ ജോലിയൊന്നുമില്ല, ഈ പ്രതിപക്ഷ നേതാവായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം മാത്രമാണ്. അപ്പോൾ അത്തരത്തിലൊരാളെ 3 ലക്ഷം രൂപ കൊടുത്ത് ഒരു ഷൂസൊക്കെ ഇടാൻ എങ്ങനെ സാധിക്കുന്നതെന്നൊക്കെയുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട്. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു ഇത് സുഡാപ്പികളെ സമ്മാനമായിരിക്കും, മലദ്വാർ ഗോൾഡ് വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണ് എന്നൊക്കെയാണ് ചിലർ എന്താ പറയുക കമൻറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും
ഇവിടെ രണ്ട് പാർട്ടികളും ഭയങ്കര അഡ്ജസ്റ്റ്മെൻ്റാണ്. അവരുടെ ഈ നേതാക്കന്മാരുടെ ഈ ശരിക്കും ഇവന്മാരുടെ ശരിക്കുണ്ടല്ലോ, ഇവന്മാരുടെ സോഴ്സൊക്കെ ബിനാമി സോഴ്സൊക്കെ ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ശരിക്കും പെടും. വി ഡി സതീശനൊക്കെ നേരത്തെ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അലിഗേഷനായിട്ടോ ഒരുപാട് ബിനാമി നിക്ഷേപം അതാണ് പിണറായി വിജയനായിട്ട് ചേർന്നിട്ട് വി ഡി സതീശന് കേരളത്തിൽ ഉണ്ടെന്നില്ലേ. അപ്പോൾ ഇതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇവന്മാർ പെടും. ഇവന്മാരുടെ സോഴ്സ് എന്താണ്? ഇവന്മാർക്ക് നമ്മുടെ മുൻ മന്ത്രി കെ ബാബു തന്നെ ഉണ്ടല്ലേ, 200 കോടിയുടെ അലിഗേഷനാണ്. 200 കോടിയുടെ പ്രോപ്പർട്ടി എവിടെയോ തമിഴ്നാട്ടിൽ എവിടെയോ വാങ്ങിക്കൂട്ടിയിരുന്നു മന്ത്രിയായ സമയത്ത്, എക്സൈസ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഇവന്മാരൊക്കെ എന്തോരം ഉണ്ടാക്കിയിട്ടുണ്ടാവും. CPM പിന്നെ പറയണ്ട, അവർ ജനങ്ങളെ എഴുതി തള്ളിയാണ്, അഴിമതിയുടെ ആശാന്മാരാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, പ്രതിപക്ഷത്തിരിക്കുന്ന കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ശരിക്കും സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന 10 വർഷം ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി നേതാക്കന്മാർക്ക് അങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ പൈസ കിട്ടാൻ സാധ്യതയില്ല. പല ഡീലിങ്ങുകളിലും ക്യാഷ് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നത് ഒരാൾക്കും എന്താ പറയുക അങ്ങനത്തെ ബിനാമി ഇടപാടുകളോ അങ്ങനെയൊന്നും നടക്കുന്നില്ല. അവരെ ഇനി ഭരണം കിട്ടിയിട്ട് വേണം എന്താ പറയുക എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുതന്നെയാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ഈ വി ഡി സതീശൻ്റെയൊക്കെ സോഴ്സ് ഓഫ് ഇൻകം ശരിക്കും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും പരാതിപ്പെട്ടാലല്ലേ, ഇപ്പോൾ ഇവിടെ BJPക്ക് പരാതിയില്ല, CPMനും പരാതിയില്ല, ആർക്കും പരാതിയില്ല ഇതിനെക്കുറിച്ച്. പക്ഷേ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ എന്ത് തന്നെയായാലും ഈ 3 ലക്ഷം രൂപ വില വരുന്ന ഷൂസ് ധരിച്ചാണ് വി ഡി സതീശൻ AICC വർക്കിംഗ് കമ്മിറ്റി സെഷനിൽ പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഒരുപാട് ഫോട്ടോ ഇന്ന് ഒരുപാട് ട്രോളുകൾ കണ്ടു കേട്ടോ. അതായത് കാർഗേക്ക് ഇരിക്കാൻ ഒരു മരത്തിൻ്റെ കസേല, രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഇരിക്കാൻ നല്ല കുഷ്യൻ സീറ്റ്. അപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം കാർഗെ പറഞ്ഞിരുന്നു ഈ സമ്മേളനത്തിനിടയിൽ തന്നെ ബാലറ്റ് ഇന്ത്യ രാജ്യം ബാലറ്റ് പേപ്പറിലേക്ക് പോകണം, ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ BJP തകർന്നടിയും, കോൺഗ്രസ് ജയിച്ച് കയറും, കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നൊക്കെയാണ് ഈ കളവൻ, ഈ പടുക്കളവൻ. ഈ കളവനുണ്ടല്ലോ, എഴുന്നേറ്റ് നടക്കണമെങ്കിൽ 4 ആൾ പിടിക്കണം എന്നാലേ എഴുന്നേറ്റ് നടക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള ഈ കളവൻ പറയാണ് ബാലറ്റ് പേപ്പറാണെങ്കിൽ BJP അധികാരത്തിൽ വരില്ല, ഇവിടെ EVMൽ ക്രമക്കേട് നടത്തിയിട്ടാണ് എന്താ പറയേണ്ടത് BJP അധികാരത്തിൽ വന്നു എന്നാണ് ഈ കളവൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ എന്താ പറയേണ്ടത് അവർ കർണാടകത്തിൽ അധികാരത്തിൽ വന്നു, തെലങ്കാനയിൽ അധികാരത്തിൽ വന്നു. ഇതൊക്കെ എന്താ പറയുക ഈ ഇതേ EVM മെഷീൻ ഉപയോഗിച്ചിട്ടല്ല അധികാരത്തിൽ വന്നത്, അല്ല എന്താ പറയുക വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണോ? അപ്പോൾ ഇവർ ജയിക്കുമ്പോൾ, ഇവർ എവിടെയെങ്കിലും ജയിക്കുമ്പോൾ അത് നല്ല എന്താ പറയുക EVM മെഷീൻ അടിപൊളി, അല്ലാത്ത ഇതിലെന്താ പറയുക EVM മെഷീൻ അഴുക്കുക എന്ന് പറയുന്ന മാതിരി. ഇതൊരു ഇരട്ടത്താപ്പാണ്. എന്തോ ഇവർ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ജനങ്ങൾ എന്താ പറയുക ഈ ഡിജിറ്റൽ യുഗത്തിലാണ് എല്ലാവർക്കും അവരെ വിരൽത്തുമ്പിൽ എല്ലാ വിവരങ്ങളും എന്താ പറയുക അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റും. ഏത് കുഗ്രാമത്തിൽ പോലും ആൾക്കാരുടെ കയ്യിൽ ഈ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ വിരൽത്തുമ്പിൽ ഡീറ്റെയിൽസ് എല്ലാ വാർത്തകളും വരും. എന്നിട്ടും ഇങ്ങനെ ഒരു ഡിജിറ്റൽ യുഗത്തിൽ പോലും ഇത്ര ബ്ലണ്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മനസ്സിലായില്ലേ ആൾക്കാർക്ക്? മനസ്സിലായില്ലേ? അതായത് ഇന്ത്യയിൽ കോൺഗ്രസ് ഇങ്ങനെ അനുദിനം ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ കാരണം, ഇവരുടെ ഇങ്ങനത്തെ ഈ പിന്തിരിപ്പൻ നിലപാട് തന്നെ കാരണം. ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്രതിപക്ഷം ആകാൻ ശ്രമിക്കാതെ ഇത്തരത്തിലുള്ള എന്താ പറയണ്ടേ നട്ടാൽ മുളയ്ക്കാത്ത പല വിഡ്ഢിത്തങ്ങളും വിളമ്പി ജനങ്ങളെ മുമ്പിൽ കൂടുതൽ അപഹാസ്യമാകുകയാണ് ചെയ്തത് ഗുജറാത്തിൽ. ഒരു ചെന്നിത്തല പറയാണ് ഞങ്ങൾ ഭരണം പിടിക്കും, അടുത്ത ഗുജറാത്ത് ഇലക്ഷൻ നമ്മൾ ശക്തമായി തിരിച്ചൊരു BJP തകർന്നടിയെന്നൊക്കെ. ഒന്ന് ചെന്നാൽ മതി. ഈ ചെന്നിത്തലയാണ് ഇതേ മഹാരാഷ്ട്രയിൽ എന്താ പറയുക അതിന് ഇലക്ഷൻ ചുമതല. എന്തായി BJP അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം കൈവരിച്ചു. അപ്പോൾ എന്ത് തന്നെയായാലും ഇവന്മാർ ഇവിടെ കാണിച്ചു കൂട്ടുന്ന ഓരോ കോലാഹലങ്ങൾ, രണ്ട് പാർട്ടിയും CPM ഇടതായാലും വലതായാലും ജനങ്ങളെ കൊള്ളയടിച്ച് ജനങ്ങളുടെ കാശ് വെച്ച് ഇങ്ങനെ സുഖലോലുപന്മാരായി ഇവന്മാർ ജീവിക്കുന്നു. ജനങ്ങൾ ഇപ്പോഴും എന്താ പറയണ്ടേ പട്ടിണി തന്നെയാണ് ഇവിടെ കാര്യം. അപ്പോൾ എന്തിനായാലും നമുക്ക് നോക്കാം എന്താവുന്നില്ലേ. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.